2017 ഇറങ്ങിയ ഒരു അടിപൊളി ആക്ഷൻ ഫാന്റസി സിനിമയാണ് കിങ് ആർത്തർ. ദുഷ്ടനായ ഒരു രാക്ഷസ രാജാവ് കാരണം ഒരു രാജ്യം മുഴുവൻ അരാജകത്വം കൊണ്ട് നിറഞ്ഞപ്പോൾ ഏത് രാക്ഷസ ജീവിയെയും കൊല്ലാൻ കഴിയുന്ന ഒരു മാന്ത്രിക വാള് ഒരുത്തന് കിട്ടി. അങ്ങനെ അതുപയോഗിച്ച് അവൻ ആ രാക്ഷസ രാജാവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമാണ് സിനിമയുടെ ഇതിവൃത്തം. പുരാതന കാലത്തിലാണ് കഥ നടക്കുന്നത്. ഈ കാലത്തിൽ സാധാ മനുഷ്യർക്ക് പുറമെ മന്ത്രവാദികളും ഉണ്ടായിരുന്നു. മന്ത്രവാദികളും മനുഷ്യരും തമ്മിൽ വളരെ ഐക്യത്തോടെയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ദുഷ്ടരായ ഒരു വിഭാഗം മന്ത്രവാദികളും ഉണ്ടായിരുന്നു. മോഡ്രഡാണ് അവരുടെ നേതാവ്. മോഡ്രഡും കൂട്ടരും ചേർന്ന് അവരുടെ മന്ത്രശക്തികൾ ഉപയോഗിച്ച് കുറെ രാജ്യങ്ങൾ കീഴടക്കി. അവസാനം അവര് കാമലോട്ട് എന്നൊരു രാജ്യം കീഴടക്കാൻ വന്നു. ഗോഡ്സില്ലയുടെ അത്രയും വലിപ്പമുള്ള ഗംഭീരമായ ആനകളെയും കൊണ്ടാണ് അവര് വന്നത്. ഒപ്പം ആയിരക്കണക്കിന് പടയാളികളുമുണ്ട്. കാമലോട്ടിലെ പടയാളികൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും മോഡ്രഡിന്റെ സേനയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇവരോട് ഫൈറ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണെന്നും കീഴടങ്ങുന്നതാണ് നമുക്ക് നല്ലതെന്നും വോർട്ടിജൻ രാജാവിനോട് പറഞ്ഞു. വോർട്ടിജൻ രാജാവിന്റെ അനിയനാണ്. പക്ഷെ അങ്ങനെ കീഴടങ്ങാൻ രാജാവായ ഊദർ തയ്യാറായിരുന്നില്ല. ഊദറിന്റെ കയ്യിൽ അതിശക്തമായ ഒരു മാന്ത്രിക വാളുണ്ട്. എക്സ്കാലിബർ എന്നാണ് ആ വാളിന്റെ പേര്. അതും കയ്യിൽ പിടിച്ച് ഊദർ മോഡ്രഡിനെ നേരിടാൻ പോയി. അത് വെച്ച് അവൻ നിസ്സാരമായിട്ട് മോഡ്രഡിന്റെ തല വെട്ടിക്കളഞ്ഞു. മോഡ്രഡ് കൊല്ലപ്പെട്ടതോടെ അവന്റെ പടയും മറ്റു മന്ത്രവാദികളും കീഴടങ്ങി. അങ്ങനെ യുദ്ധം അവസാനിച്ചു. ശേഷം ഊദറും അവന്റെ മന്ത്രിമാരും ചേർന്ന് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്ന മന്ത്രവാദികളെ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇവരെയെല്ലാം കൊന്നുകളയണം. ഇവരെ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മന്ത്രവാദികളെയും നമ്മൾ വേട്ടയാടി കൊന്നുകളയണം. അല്ലെങ്കിൽ ഇതുപോലെ അവര് വീണ്ടും നമ്മളെ ആക്രമിക്കാൻ വരുമെന്നാണ് വോർട്ടിജൻ പറയുന്നത്. എന്നാൽ എല്ലാ മന്ത്രവാദികളും ദുഷ്ടരല്ല. ഇപ്പോൾ മോഡ്രഡിന്റെ കൂടെ യുദ്ധത്തിന് വന്ന മന്ത്രവാദികൾ പോലും യഥാർത്ഥത്തിൽ നിവർത്തികേട് കൊണ്ട് മോഡ്രഡിന്റെ ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. അതുമാത്രമല്ല, മറ്റൊരു കാര്യമെന്നത് മോഡ്രഡിനെ പോലെ കുറച്ച് ദുഷ്ടരായ മന്ത്രവാദികൾ ഉണ്ടെങ്കിലും ബാക്കിയുള്ളവരൊക്കെ നല്ലവരാണ്. അവര് സാധാ മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഊദറിന്റെ ഇരിക്കുന്ന എക്സ്കാലിബർ പോലും മെർലിൻ എന്ന ഒരു മന്ത്രവാദിയുടെ സമ്മാനമാണ്. അതുകൊണ്ട് എല്ലാ മന്ത്രവാദികളെയും ശത്രുക്കളായിട്ട് കാണേണ്ട കാര്യമില്ലെന്ന് ബില്ല് പറഞ്ഞു. ജെയിംസും അത് തന്നെയാണ് പറയുന്നത്. ബാക്കിയുള്ളവരും അതിനോട് യോജിച്ചു. അതിനാൽ കീഴടങ്ങിയ മന്ത്രവാദികളെ വെറുതെ വിടാൻ രാജാവ് തീരുമാനിച്ചു. വോർട്ടിജന് ആ തീരുമാനത്തിൽ ഒട്ടും തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല. ശേഷം അന്ന് രാത്രി വോർട്ടിജൻ അവന്റെ ആൾക്കാരോട് ചെന്ന് തയ്യാറായി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് തന്റെ ഭാര്യയെയും കൊണ്ടൊരു അണ്ടർഗ്രൗണ്ട് കുളത്തിലേക്ക് പോയി. അവിടെ വെച്ച് അവൻ അവളെ കൊന്നുകളഞ്ഞു. ഇതേ സമയം കുറെ പടയാളികൾ കൊട്ടാരത്തിനെ ആക്രമിക്കുകയായിരുന്നു. ഊദർ പെട്ടെന്ന് അവന്റെ ഭാര്യയെയും മകൻ അർത്തറിനെയും കൊണ്ടൊരു വഞ്ചിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവര് ബോട്ടിന് സമീപമെത്തിയതും അവിടെ ഭീകരമായ ഒരു രാക്ഷസൻ വന്നു. ഊദറിനെയും ഭാര്യയെയും രാക്ഷസൻ നിഷ്പ്രയാസം കൊന്നുകളഞ്ഞു. അതിനിടയിൽ ഭാഗ്യത്തിന് അർത്തർ ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു. ബോട്ട് ഒഴുകി ഒഴുകി ഒരുപാട് ദൂരം പോയി. അവസാനം ലൊണ്ടീനിയം എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു ബാറിൽ ജോലി ചെയ്യുന്ന ലൂസിക്ക് അവനെ കിട്ടി. പിന്നെ അവൾ അവനെ സ്വന്തം മകനെ പോലെ വളർത്താൻ തുടങ്ങി. കൊട്ടാരത്തിൽ വളർന്ന അർത്തറിന് തെരുവിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അതുമാത്രമല്ല, അർത്തർ വെറും ഒരു പാവവുമാണ്. അതിനാൽ മറ്റു കുട്ടികളൊക്കെ എപ്പോഴും അവനെ ഉപദ്രവിച്ചിരുന്നു. എന്നാൽ പതിയെ പതിയെ അവൻ ഫൈറ്റ് ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം ഉപദ്രവിക്കുന്നവരെയൊക്കെ അവൻ തിരിച്ചടിക്കാൻ തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവൻ തെരുവിൽ ജീവിക്കാൻ പഠിച്ചു. പിന്നെ ചെറിയ മോഷണങ്ങളും ഉടായിപ്പുകളും ഒക്കെ ചെയ്ത് പതിയെ കാശ് സമ്പാദിക്കാനും തുടങ്ങി. 20 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ഇപ്പോൾ അർത്തറാണ് ലൊണ്ടീനിയത്തിലെ ഏറ്റവും വലിയ ഗുണ്ട. ലൊണ്ടീനിയത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിന്റെയൊക്കെ പിന്നിൽ മിക്കവാറും അർത്തർ തന്നെ ആയിരിക്കും. പടയാളികൾക്കൊക്കെ ധാരാളം കൈക്കൂലി കൊടുക്കുന്നതിനാൽ ഇവന് ആരെയും പേടിക്കേണ്ട കാര്യവുമില്ല. പണ്ട് ലൂസി ജോലി ചെയ്തിരുന്ന ബാറ് ഇപ്പോ ഇവന്റേതാണ്. ഇവന്റെ കൂടെ എപ്പോഴും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സുമുണ്ട്. കുഞ്ഞിലേ കണ്ട രാക്ഷസനെ ഇപ്പോഴും ഇവൻ ചിലപ്പോഴൊക്കെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാറുണ്ട്. ഇതേ സമയം വോർട്ടിജൻ കൊട്ടാരത്തിലായിരുന്നു. അന്ന് ഊദർ കൊല്ലപ്പെട്ട ശേഷം പിന്നെ വോർട്ടിജൻ കാമലോട്ടിന്റെ രാജാവായി. പക്ഷേ പൊതുജനങ്ങളെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുന്ന രാജാവാണ് വോർട്ടിജൻ. കൊട്ടാരത്തിന് മുന്നിൽ അവനിപ്പോൾ വലിയൊരു ടവർ പണിയിപ്പിക്കുകയാണ്. അടിമകളെ ഉപയോഗിച്ചാണ് ടവർ പണിയിപ്പിക്കുന്നത്. ടവറിന് സമീപം ഒരു ചെറിയ കുളമുണ്ട്. പെട്ടെന്നൊരു ദിവസം ആ കുളത്തിലെ ജലം മുഴുവൻ വറ്റിപ്പോയി. അപ്പോഴാണ് കുളത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഒരു പാറയിൽ എക്സ്കാലിബർ തറച്ചിരിക്കുന്നത് കണ്ടത്. അതെടുക്കാൻ പടയാളികളൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരെക്കൊണ്ടും അത് വലിച്ചൂരാൻ പറ്റുന്നില്ല.
സംഭവം എക്സ്കാലിബറിനെ എവിടെയെങ്കിലും കുത്തിവെച്ചാൽ അതിന്റെ യഥാർത്ഥ അവകാശിക്ക് മാത്രമേ പിന്നെ അത് വലിച്ചൂരാൻ കഴിയൂ. ഊദർ മരിച്ചതുകൊണ്ട് ഇപ്പോൾ അവന്റെ മകനായ അർത്തറാണ് ഇതിന്റെ ശരിക്കുമുള്ള അവകാശി. അപ്പോൾ ഇനി അവന് മാത്രമേ ഇത് വലിച്ചൂരാൻ കഴിയൂ. അതുപോലെ എക്സ്കാലിബറിന് പല മാന്ത്രിക ശക്തികളുമുണ്ട്. പക്ഷേ യഥാർത്ഥ അവകാശിയുടെ കയ്യിലിരിക്കുമ്പോൾ മാത്രമേ ആ ശക്തികൾ വർക്കാവുകയുള്ളൂ. എന്തായാലും എക്സ്കാലിബർ കണ്ടപ്പോൾ വോർട്ടിജൻ ആകെ ആശങ്കയിലായി. അങ്ങനെ അവൻ നേരത്തെ കണ്ട അണ്ടർഗ്രൗണ്ട് കുളത്തിൽ പോയി. അവിടെ വികൃത രൂപത്തിലുള്ള ചില ജലരാക്ഷസ ജീവികൾ ഉണ്ടായിരുന്നു. വോർട്ടിജൻ അവരുമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. സംഭവം മനുഷ്യർക്ക് താൽക്കാലികമായ അമാനുഷിക ശക്തികൾ നൽകാൻ ഈ ജീവികൾക്ക് കഴിയും. പക്ഷെ അതിനുവേണ്ടി ഏറ്റവും വേണ്ടപ്പെട്ട ആരെയെങ്കിലും ബലി കൊടുക്കണം. പണ്ട് ഊദറിന്റെ കൊട്ടാരത്തിനെ ആക്രമിച്ചത് വോർട്ടിജന്റെ പടയാളികളാണ്. ഊദറിനെ കൊന്ന രാക്ഷസൻ യഥാർത്ഥത്തിൽ വോർട്ടിജനായിരുന്നു. അന്ന് വോർട്ടിജൻ അവന്റെ ഭാര്യയെ ഈ ജീവികൾക്ക് ബലി കൊടുത്തതാണ്. അങ്ങനെയാണ് അവൻ ആ രാക്ഷസനായിട്ട് മാറാൻ പറ്റിയത്. കെമലോട്ടിന്റെ രാജാവാകാനും ഊദറിന്റെ എക്സ്കാലിബറിനും വേണ്ടിയിട്ടാണ് വോർട്ടിജൻ ഇതെല്ലാം ചെയ്തത്. പക്ഷെ ഇനി അർത്തറിനെയും കൂടെ കൊന്നാലേ എക്സ്കാലിബർ വോർട്ടിജന്റേതാവുകയുള്ളൂ. അതുകൊണ്ട് നീ എത്രയും വേഗം അവനെ കണ്ടെത്തി കൊന്നുകളയാൻ വികൃത ജീവികൾ വോർട്ടിജനെ ഉപദേശിച്ചു. ഇവിടെ അർത്തർ ലൂസിക്ക് കുറെ കാശ് കൊണ്ടുകൊടുത്തു. കഴിഞ്ഞ ദിവസം കുറച്ച് വൈക്കിങ്സ് ബാറിൽ വന്ന് അലമ്പുണ്ടാക്കി. അവര് ലൂസിയെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പ്രതികാരമായിട്ട് ഈ കാശ് ഇവൻ ആ വൈക്കിങ്സിന്റെയിലെന്ന് പിടിച്ചു വാങ്ങിച്ചതാണ്. അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ബാറിൽ കുറച്ച് പടയാളികൾ കയറി വന്നു. ജാക്കാണ് അതിലെ പ്രധാന ആള്. കുറച്ചു നേരത്തെ കൊട്ടാരത്തിനെ ചില റബൽസ് ആക്രമിച്ചു. സംഭവം രാജാവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്. അവരാണ് റബൽസ്. കുറച്ചു നേരത്തെ കൊട്ടാരത്തിനെ ആക്രമിച്ചതിൽ ഒരുത്തൻ ഈ വഴിക്കാണ് ഓടിയത്. അവനെ അന്വേഷിച്ചാണ് പടയാളികൾ വന്നിരിക്കുന്നത്. അർത്തറിന് രാജാവിനെ ഇഷ്ടമല്ല. എന്നിരുന്നാലും പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ അവനും ചേർന്ന് ബാറ് മൊത്തം തിരഞ്ഞു. അങ്ങനെ ആ റബലിനെ അവൻ തന്നെ കണ്ടെത്തി. അത് യഥാർത്ഥത്തിൽ ബില്ലായിരുന്നു. പടയാളികൾ അവനെയും കൊണ്ട് പോയി. എന്നാൽ ജാക്ക് മാത്രം പോയില്ല. നിങ്ങൾക്ക് വൈക്കിങ്സുമായിട്ട് എന്താണ് പ്രശ്നമെന്ന് ജാക്ക് അർത്തറിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തും ചോദിച്ചു. അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നാണ് അർത്തറും ഫ്രണ്ട്സും പറഞ്ഞത്. പക്ഷെ അത് പറയുന്ന സമയം നേരത്തെ ഇവര് വൈക്കിങ്സിനെ മൊത്തം ഇടിച്ചെച്ചിലാക്കിയ രംഗം കാണിക്കുന്നുണ്ട്. ഇവര് പറഞ്ഞതൊന്നും ജാക്കിന് വിശ്വാസമായില്ല. വൈക്കിങ്സ് രാജാവിന് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് അവരുമായിട്ടുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് തീർക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ജാക്കും പോയി. പക്ഷെ അർത്തറും കൂട്ടരും അത് കാര്യമാക്കിയില്ല. അടുത്ത ദിവസം രാത്രി ജാക്ക് പറഞ്ഞതുപോലെ അർത്തറിനെയും കൂട്ടരെയും പിടിക്കാൻ കുറെ പടയാളികൾ വന്നു. അർത്തറും ഫ്രണ്ട്സും പല വഴിക്ക് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഓടുന്നതിനിടയിൽ അർത്തർ മാത്രം അബദ്ധത്തിൽ പടയാളികളുടെ മുന്നിൽ ചെന്നുപെട്ടു. അങ്ങനെ അവരവനെ പിടികൂടി. അവനെ ടവർ നിർമ്മാണത്തിന്റെ ജോലിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. ഈ ജോലിക്ക് പുതുതായിട്ട് വരുന്ന എല്ലാവരും എക്സ്കാലിബർ വലിച്ചൂരാൻ ശ്രമിക്കണം. അതിനുവേണ്ടി ഒരുപാട് പേര് കാത്തു നിൽപ്പുണ്ട്. പക്ഷെ ക്യൂവിൽ നിൽക്കാൻ മടിച്ച് അർത്തർ ആദ്യമേ മുന്നിൽ കയറിപ്പോയി. എന്നിട്ട് വാളിൽ ഒരു കൈ വെച്ചപ്പോൾ തന്നെ അത് തിളങ്ങാൻ തുടങ്ങി. രണ്ട് കൈയും വെച്ചപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ആ വാള് വലിച്ചൂരാൻ പറ്റി. പക്ഷെ എക്സ്കാലിബറിന്റെ ശക്തി താങ്ങാൻ കഴിയാതെ അവൻ ഉടൻ തന്നെ ബോധം കെട്ട് വീണു. പിന്നെ കണ്ണു തുറന്നപ്പോൾ അവൻ കൊട്ടാരത്തിലെ ജയിലിലായിരുന്നു. വോർട്ടിജനും അവന്റെ അടുത്തിരിപ്പുണ്ട്. ഞാൻ വൂദറിന്റെ മകനല്ലെന്നും എനിക്ക് രാജാവാകാൻ യാതൊരു ആഗ്രഹവും ഇല്ലെന്നും അർത്തർ പറഞ്ഞതാണ്. പക്ഷേ വോർട്ടിജൻ അതൊന്നും വകവെച്ചില്ല. പൊതുജനത്തിന്റെ മുന്നിൽ വെച്ച് അർത്തറിന്റെ തല വെട്ടാനാണ് വോർട്ടിജന്റെ പ്ലാൻ. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവൻ ചെയ്തു കഴിഞ്ഞു. ഇതേ സമയം റബൽസിന്റെ ഒളിത്താവളത്തിൽ ഒരു മേജ് ജെയിംസിനെ കാണാൻ വന്നു. അപ്പോൾ ജെയിംസും റബൽസിന്റെ ആളാണെന്ന് നമുക്ക് മനസ്സിലാകും. അർത്തറിനെ സഹായിക്കണമെന്ന് പറഞ്ഞ് മെർലിനാണ് ഇവളെ പറഞ്ഞയച്ചത്. ഇവൾക്ക് മൃഗങ്ങളെയൊക്കെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ അർത്തറിനെ രക്ഷിക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയാണ്. അന്ന് വൈകുന്നേരം അർത്തറിന്റെ തല വെട്ടുന്നത് കാണാൻ കെമലോട്ടിലെ ആൾക്കാരെല്ലാം കൊട്ടാരത്തിന് ചുറ്റും കൂടി. അതിനിടയിൽ കുറച്ച് റബൽസും ഉണ്ടായിരുന്നു. അവസാനം തല വെട്ടാൻ നിന്നതും മേജ് അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെയെല്ലാം മൈൻഡ് കൺട്രോൾ ചെയ്തു. എന്നിട്ട് ആ മൃഗങ്ങളെ ഉപയോഗിച്ച് പടയാളികളെയും ആൾക്കാരെയും ഒക്കെ ആക്രമിച്ചു. പേടിച്ചിട്ട് ജനങ്ങളെല്ലാം എങ്ങോട്ടെന്നില്ലാതെ പരിഭ്രാന്തരായിട്ട് ഓടാൻ തുടങ്ങി. കുറച്ച് പടയാളികൾ ചേർന്ന് രാജാവിനെ സേഫ് ആയിട്ട് കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയി. ബാക്കി പടയാളികളെല്ലാം മൃഗങ്ങളെ നേരിടുന്ന തക്കത്തിൽ റബൽസ് വന്ന് അർത്തറിനെ രക്ഷിച്ചു. ഒപ്പം എക്സ്കാലിബറും കരസ്ഥമാക്കി. എന്നിട്ട് അർത്തറിനെയും കൊണ്ട് വളരെ വേഗം ഓടി. ഓടുന്നതിനിടയിൽ രണ്ട് റബൽസിനെ പടയാളികൾ കൊന്നുകളയുകയും ചെയ്തു. ബാക്കി റബൽസും അർത്തറും കൂടെ ഓടിച്ചെന്നൊരു വലിയ നദിയിൽ ചാടി രക്ഷപ്പെട്ടു. നദിക്കപ്പുറം വേറെയും കുറച്ച് റബൽസ് കുതിരകളുമായിട്ട് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവര് അർത്തറിനെയും കൊണ്ട് യാത്രയായി. പല മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം അവര് റബൽസിന്റെ ഒളിത്താവളത്തിലെത്തി. ഘോര വനത്തിനിടയിലാണ് ഈ താവളം. അകത്ത് കയറിയപ്പോൾ ജെയിംസിനെ കണ്ടു. പടയാളികളിൽ നിന്നും എങ്ങനെയോ എസ്കേപ്പായ ബില്ലും ഇവിടെയുണ്ട്.
അവര് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബില്ലും ജെയിംസുമാണ് റബൽസിന്റെ നേതാക്കളെന്ന് നമുക്ക് മനസ്സിലാകും. നിങ്ങൾ എന്തിനാണ് എന്നെ രക്ഷിച്ചതെന്നും എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നും ആർത്തർ അവരോട് ചോദിച്ചു. അപ്പോൾ ജെയിംസ് എക്സ്കാലിബർ എടുത്തു കാണിച്ചിട്ട് ഈ വാള് കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയണമെന്ന് പറഞ്ഞു. ആർത്തർ ശരിക്കും ഊതറിന്റെ മകൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ജെയിംസ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആർത്തറിന് അതിലൊന്നും താല്പര്യമില്ല. ഞാൻ തിരിച്ച് ലൊണ്ടീനിയത്തിലേക്ക് പോവുകയാണെന്നാണ് ആർത്തർ പറഞ്ഞത്. എന്നാൽ ആർത്തർ രക്ഷപ്പെട്ടതിന് പിന്നാലെ അവന്റെ ബാർ മൊത്തം വോർട്ടിജന്റെ പടയാളികൾ കത്തിച്ചു കളഞ്ഞു. അവന്റെ ഒട്ടുമിക്ക ഫ്രണ്ട്സിനെയും ജയിലിൽ അടച്ചു. പടയാളികളുടെ വാണ്ടഡ് ലിസ്റ്റിൽ ഇപ്പോൾ ആർത്തറാണ് ഒന്നാമത്, രണ്ടാമത് ജെയിംസും മൂന്നാമത് ബില്ലുമാണ്. അതിനാൽ നീ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് ജെയിംസ് പറഞ്ഞു. പക്ഷെ ഇതിവര് വെറുതെ പറയുന്നതായിരിക്കുമെന്നാണ് ആർത്തർ കരുതിയത്. അങ്ങനെ നിൽക്കുന്ന സമയം ആർത്തറിനെ ദേഷ്യം പിടിപ്പിക്കാൻ ബില്ലുവെന്ന് ആർത്തറിനെ അടിച്ചു. പ്രതീക്ഷിച്ചതുപോലെ ദേഷ്യം വന്ന ആർത്തർ ബില്ലിനെയും ജെയിംസിനെയും മറ്റു ചില റബൽസിനെയും ഒക്കെ ഇടിച്ച് പഞ്ചറാക്കി. എന്നിട്ട് എക്സ്കാലിബർ എടുത്തു. ആദ്യം ഒറ്റ കൈകൊണ്ടാണ് അവനതിനെ പിടിച്ചത്. എന്നാൽ 2 കൈകൊണ്ട് പിടിച്ചതും പെട്ടെന്ന് പണ്ടത്തെ രാക്ഷസന്റെ രൂപം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവൻ ബോധം കെട്ട് വീഴുകയും ചെയ്തു. കണ്ണു തുറന്നപ്പോൾ അവൻ ഒരു ബെഡിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. മേജ് അടുത്തിരുന്ന് എക്സ്കാലിബറിനെ കുറിച്ച് പഠിക്കുകയാണ്. നീ എക്സ്കാലിബറിനെ നിന്റേതായിട്ട് അംഗീകരിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് നിനക്കതിന്റെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതെന്നുമാണ് മേജ് പറയുന്നത്. അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഡാർക്ക് ലാൻഡ്സ് എന്ന ദ്വീപിൽ പോകണമെന്നും അവള് പറഞ്ഞു. പക്ഷെ അവള് പറയുന്നതൊന്നും അവൻ കാര്യമായിട്ട് പരിഗണിച്ചില്ല. കാരണം അവന് രാജാവാകാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ആ ദ്വീപിൽ പോയാൽ നീ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന രാക്ഷസന്റെ സ്വപ്നം പിന്നെ നീ ഒരിക്കലും കാണില്ലെന്ന് മേജി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ആ ദ്വീപിൽ പോകാമെന്ന് ആർത്തർ സമ്മതിച്ചു. അങ്ങനെ അവൾ അവനെയും കൊണ്ട് ഡാർക്ക് ലാൻഡ്സിൽ പോയി. ഈ ദ്വീപ് മൊത്തം ഘോര വനം കൊണ്ട് നിറഞ്ഞതാണ്. വനത്തിന്റെ മധ്യത്തിൽ ഒരു വലിയ ടവറുണ്ട്. ആ ടവറിൽ ഒരു അൽത്താരക്കല്ല് കാണാൻ കഴിയും. ആ കല്ലിൽ നീ എക്സ്കാലിബറിനെ കൊണ്ട് വെക്കണം. പിന്നെ ആ രാക്ഷസൻ ഒരിക്കലും നിന്റെ സ്വപ്നത്തിൽ വരില്ല. പക്ഷെ ഈ യാത്ര നീ ഒറ്റയ്ക്കാണ് പോകേണ്ടത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവള് ബോട്ടിൽ കയറി തിരിച്ചുപോയി. ശേഷം അവൻ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. നിസ്സാരമായിട്ട് ടവറിലെത്താമെന്നാണ് ആർത്തർ കരുതിയത്. എന്നാൽ ഈ കാട് മുഴുവൻ തീവ്രമായ ജീവികൾ കൊണ്ട് നിറഞ്ഞതാണ്. യാത്രയിലുടനീളം അവനെ പല ജീവികളും ആക്രമിച്ചു. അവയെ നേരിടാൻ വേണ്ടി അവൻ എപ്പോഴും എക്സ്കാലിബർ ഉപയോഗിക്കേണ്ടി വന്നു. ഇടയ്ക്ക് ഒരുപാട് പരിക്കുകളും പറ്റി. അങ്ങനെ പല ദിവസങ്ങളുടെ കഷ്ടത നിറഞ്ഞ യാത്രയ്ക്കൊടുവിൽ അവൻ മേജ് പറഞ്ഞ ടവറിലെത്തി. അവിടെ അവള് പറഞ്ഞതുപോലെ അൽത്താര കല്ലുണ്ട്. അവൻ അതിൽ കൊണ്ട് എക്സ്കാലിബർ വെച്ചതും വാളും അവന്റെ കണ്ണുകളും തിളങ്ങാൻ തുടങ്ങി. ആ പ്രകാശം കണ്ട് അവനെ ആക്രമിക്കാൻ ചുറ്റും കൂടിയ മൃഗങ്ങളൊക്കെ പേടിച്ചോടി. സെക്കൻഡുകൾക്കുള്ളിൽ ആർത്തറിന്റെ മനസ്സിൽ രാക്ഷസന്റെ സ്വപ്നം വന്നു. അപ്പോഴാണ് നമ്മൾ അന്നത്തെ സംഭവം പൂർണ്ണമായും കാണുന്നത്. അന്ന് അവന്റെ അമ്മയെ കൊന്നപ്പോൾ ഊതർ എക്സ്കാലിബറും കൊണ്ട് രാക്ഷസനെ ഫൈറ്റ് ചെയ്യാൻ പോയി. പക്ഷെ രാക്ഷസൻ അതിശക്തനായിരുന്നു. അതിനാൽ ഊതറിന് രാക്ഷസനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നീ ആ ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ ഊതർ ആർത്തറിനോട് പറഞ്ഞു. അങ്ങനെയാണ് ആർത്തർ അന്ന് രക്ഷപ്പെട്ടത്. ശേഷം ഫൈറ്റിനിടയിൽ എക്സ്കാലിബർ ഊതറിന്റെ ദേഹത്ത് കൂടെ വന്ന് വീണു. ഉടനെ അവനൊരു സ്റ്റാച്ചു ആയിട്ട് മാറി. പിന്നെ ആ സ്റ്റാച്ചു വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോഴേക്കും ശക്തി തീർന്നു പോയതിനാൽ വോർട്ടിജൻ അവന്റെ സ്വന്തം രൂപത്തിലായി മാറി. വോർട്ടിജനാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന സത്യം ഇപ്പോഴാണ് ആർത്തർ തിരിച്ചറിയുന്നത്. അങ്ങനെ ഈ വിഷൻസ് ഒക്കെ കണ്ടു തീർന്നതും ആർത്തർ ബോധം കെട്ട് വീണു. ഭാഗ്യത്തിന് മേജും ജെയിംസും അവൻ കാണാതെ അവന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അവര് വന്ന് അവനെയും കൊണ്ട് തിരിച്ചുപോയി. യാത്രക്കിടയിൽ അവര് ആർത്തറിന് മറ്റു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊടുത്തു. വോർട്ടിജൻ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടവർ യഥാർത്ഥത്തിൽ ദുർമന്ത്രവാദം ചെയ്യാനുള്ളതാണ്. ആ ടവറിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ വോർട്ടിജനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അവന് മാരകമായ ശക്തികൾ കിട്ടും. പണ്ട് മോഡ്രിഡ് മന്ത്രവാദികളുടെ രാജാവിനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് അയാളുടെ മാന്ത്രിക വടി കൈക്കലാക്കി. അതുപയോഗിച്ചാണ് മോഡ്രിഡ് ദുർമന്ത്രവാദം പഠിച്ചത്. അതിനുശേഷമാണ് മറ്റ് ദുഷ്ടമന്ത്രവാദികളെയും കൂട്ടുപിടിച്ച് മോഡ്രിഡ് രാജ്യങ്ങളെയൊക്കെ കീഴടക്കാൻ തുടങ്ങിയത്. എന്നാൽ പിന്നീട് മെർലിൻ ആ മാന്ത്രിക വടി കരസ്ഥമാക്കി. എന്നിട്ട് അതിനെയാണ് അവൻ എക്സ്കാലിബർ ആക്കി മാറ്റിയത്. ലേഡി ഓഫ് ദി ലേക്ക് എന്നൊരു ദേവതയുണ്ട്. എക്സ്കാലിബർ നശിച്ചു പോയാലോ കളഞ്ഞു പോയാലോ ഏതെങ്കിലും ജലസ്രോതസ്സിന് മുന്നിൽ ചെന്ന് നിന്നിട്ട് ആ ദേവതയെ വിളിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ദേവത എക്സ്കാലിബർ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നപ്പോൾ അവര് ഒളിത്താവളത്തിലെത്തി. അവിടെ ആർത്തറിന്റെ കുറച്ച് ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. ആർത്തറിന്റെ ബാർ മൊത്തം കത്തിച്ചു കളഞ്ഞു എന്ന് നേരത്തെ ബില്ല് പറഞ്ഞത് യഥാർത്ഥത്തിൽ സത്യം തന്നെ ആയിരുന്നുവെന്ന് ഫ്രണ്ട്സ് കൺഫേം ചെയ്തു. അതുമാത്രമല്ല ബാറിൽ ജോലി ചെയ്തിരുന്ന കുറെ പേരെ കൊന്നുകളയുകയും ചെയ്തു. അത് കേട്ടതും ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന ആർത്തർ എങ്ങനെയെങ്കിലും വോർട്ടിജനെ കൊന്നേ പറ്റൂന്ന് പറഞ്ഞു. എന്നിട്ട് അതിനുവേണ്ടി എല്ലാവരും കൂടെ ഇരുന്ന് പല പദ്ധതികളും ചർച്ച ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ അവിടെ മാഗി എത്തി. അവള് വോർട്ടിജന്റെ കൊട്ടാരത്തിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവളും ഒരു റബലാണ്.
വോർട്ടിജൻ നാളെ ലുണ്ടീനിയത്തിൽ വെച്ച് മറ്റ് നാടുവാഴികളുമായിട്ടൊരു മീറ്റിംഗ് നടത്താൻ പോവുകയാണ്. ആ വിവരം അറിയിക്കാനാണ് ഇവള് വന്നത്. അത് കേട്ടപ്പോൾ ആ മീറ്റിംഗിനിടയിൽ വെച്ച് നമുക്ക് വോർട്ടിജനെ കൊല്ലാമെന്ന് ആർത്തർ പറഞ്ഞു. കാരണം ലുണ്ടീനിയം ആർത്തറിനും ഫ്രണ്ട്സിനും നന്നായിട്ട് അറിയാവുന്ന സ്ഥലമാണ്. അതിനാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും അവിടുന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവരെ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി ലുണ്ടീനിയത്തിൽ പോയി. വോർട്ടിജൻ മറ്റ് നാടുവാഴികളുമായിട്ട് സംസാരിക്കുന്നത് ആർത്തറും കൂട്ടരും അകലെ നിന്ന് കണ്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു ട്രാപ്പ് ആയിരുന്നു. മാഗി റബൽസിന്റെ സ്പൈ ആണെന്ന കാര്യം നേരത്തെ തന്നെ വോർട്ടിജൻ മനസ്സിലാക്കിയിരുന്നു. മീറ്റിംഗിന്റെ കാര്യം അവൾ ചെന്ന് റബൽസിനോട് പറയുമെന്നും വോർട്ടിജൻ അറിയാമായിരുന്നു. അതിനാൽ വോർട്ടിജൻ ഒരു ചെറിയ കൂടാരത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ പട്ടണം മുഴുവൻ വോർട്ടിജന്റെ പടയാളികൾ വളഞ്ഞിരിക്കുകയാണ്. വോർട്ടിജനായിട്ട് പുറത്ത് നിൽക്കുന്നത് ഒരു ഡ്യൂപ്പാണ്. അത് മനസ്സിലാക്കാതെ ബില്ല് ഡ്യൂപ്പിനെ അമ്പ് ചെയ്തു. അപ്പോൾ അമ്പ് വന്ന സ്ഥലം പടയാളികൾക്ക് മനസ്സിലായി. അങ്ങനെ നിസ്സാര സമയം കൊണ്ട് തന്നെ പടയാളികൾ ആർത്തറിനെയും സംഘത്തിനെയും കണ്ടെത്തി. പിന്നെ റബൽസും പടയാളികളും തമ്മിൽ ഫൈറ്റായി. കൂടുതൽ നേരം ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ റബൽസ് ഓടി രക്ഷപ്പെടാൻ നോക്കി. അങ്ങനെ ഓടുന്നതിനിടയിൽ ഒരിടത്തെത്തിയപ്പോൾ പടയാളികൾ അവർക്ക് ചുറ്റും വളഞ്ഞു. പിന്നെ റബൽസും പടയാളികളും തമ്മിൽ വീണ്ടും പൊരിഞ്ഞ ഫൈറ്റായി. പടയാളികളുടെ എണ്ണം ഒരുപാട് കൂടുതലായിരുന്നു. അതുകൊണ്ട് പടയാളികൾ റബൽസിലെ ഓരോരുത്തരെയായിട്ട് കൊന്നുകളയാൻ തുടങ്ങി. അത് കണ്ട് ദേഷ്യം വന്ന ആർത്തർ അവന്റെ എക്സ്കാലിബറിനെ 2 കൈകൊണ്ടും പിടിച്ചു. ഇത്തവണ അവൻ ബോധം കെട്ട് വീണില്ല. പകരം അവന് അമാനുഷികമായ വേഗതയും ശക്തിയും കിട്ടി. അങ്ങനെ അവൻ അത് വെച്ച് വോർട്ടിജന്റെ പടയാളികളെ മൊത്തം സെക്കൻഡുകൾ കൊണ്ട് നിസ്സാരമായിട്ട് കൊന്നുകളഞ്ഞു. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ശേഷം റബൽസ് പട്ടണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അന്ന് വൈകുന്നേരം റബൽസ് താവളത്തിലെത്തിയപ്പോൾ താൻ കാരണം കൊല്ലപ്പെട്ടവരെ ഓർത്ത് ആർത്തർ കുറെ നേരം ദുഃഖിച്ചിരുന്നു. എല്ലാം ഈ നശിച്ച വാള് കാരണമാണെന്ന് ആർത്തറിന് തോന്നി. അതുകൊണ്ട് ദേഷ്യത്തിൽ അവൻ ആ വാളിനെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് എങ്ങോട്ടൊന്നില്ലാതെ കുറെ ദൂരം ഓടി. ഓടുന്നതിനിടയിൽ അവൻ അബദ്ധത്തിൽ ഒരു ചെളിക്കുണ്ടിൽ ചെന്ന് വീണു. അപ്പോൾ ലേഡി ഓഫ് ദി ലേക്ക് പ്രത്യക്ഷപ്പെട്ട് അവനെ രക്ഷിച്ചു. എന്നിട്ട് വോർട്ടിജനെ കൊന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ദേവത അവനൊരു വിഷനും കാണിച്ചു കൊടുത്തു. കെമലോട്ട് മുഴുവനും നശിച്ചു കിടക്കുന്ന ദൃശ്യമാണ് അവൻ കണ്ടത്. അത് കണ്ടപ്പോൾ കെമലോട്ടിനും അതിലെ ജനങ്ങൾക്കും വേണ്ടി താൻ വോർട്ടിജനെ കൊന്നേ പറ്റൂവെന്ന് ആർത്തറിന് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞ് ആർത്തറിനെയും തേടി റബൽസ് വന്നപ്പോൾ ആർത്തർ എക്സ്കാലിബറും കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്ന് അലറുകയാണ്. ഈ സമയം വോർട്ടിജന്റെ പടയാളികൾ നേരത്തെ ഫൈറ്റിനിടയിൽ പിടികൂടിയ ഒരു റബലിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. കുറെ നേരം ടോർച്ചർ ചെയ്തപ്പോൾ അവസാനം വേറെ നിവർത്തിയില്ലാതെ അവൻ റബൽസിന്റെ താവളം എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അടുത്ത ദിവസം രാവിലെ ആർത്തറും കുറച്ച് റബൽസും കൂടെ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവരെയും കാത്ത് അവിടെ വോർട്ടിജന്റെ കുറച്ച് പടയാളികളാണ് ഉണ്ടായിരുന്നത്. ബാക്കി റബൽസിനെയൊക്കെ പടയാളികൾ പിടിച്ചോണ്ട് പോയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ നീ കൊട്ടാരത്തിൽ വന്ന് കീഴടങ്ങണം, ഇല്ലെങ്കിൽ നിന്റെ കൂട്ടാളികളെയെല്ലാം കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ട് പടയാളികൾ പോയി. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ അന്ന് വൈകുന്നേരം ആർത്തർ കൊട്ടാരത്തിലെത്തി. അതേസമയം തന്നെ ഒരു പരുന്തിനെ ഉപയോഗിച്ച് മേജ് ഒരു പാമ്പിനെ കൊണ്ട് കൊട്ടാരത്തിന് മുകളിലിട്ടു. പടയാളികൾ ആർത്തറിനെ പിടിച്ചുകെട്ടി രാജാവിന്റെ മുന്നിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് വോർട്ടിജൻ ആർത്തറിനെ കൊല്ലാൻ നിന്നതും നേരത്തെ മുകളിൽ കൊണ്ടിട്ട പാമ്പ് വോർട്ടിജനെ ആക്രമിക്കാൻ വന്നു. വോർട്ടിജൻ പെട്ടെന്ന് അതിനെ എക്സ്കാലിബർ കൊണ്ട് വെട്ടിക്കൊന്നുകളഞ്ഞു. പക്ഷെ അതിനിടയിൽ അബദ്ധത്തിൽ ആ വാള് ചുമരിൽ തറച്ചിരുന്നു. ഇനി അവിടുന്ന് അത് ഊരിയെടുക്കാൻ ആർത്തറിന് മാത്രമേ കഴിയൂ. അപ്പോഴാണ് മറ്റൊരു വലിയ പാമ്പ് കൊട്ടാരത്തിനകത്ത് കയറി വന്നത്. അതിന് ഈ മേജ് പറഞ്ഞയച്ചതാണ്. അത് കൊട്ടാരത്തിനെ മൊത്തം തകർക്കാൻ തുടങ്ങി. ആ തക്കത്തിൽ ആർത്തർ ചെന്ന് എക്സ്കാലിബർ കരസ്ഥമാക്കി. പിന്നെ പടയാളികളുമായിട്ട് ഫൈറ്റ് ചെയ്തു. ഈ സമയം ജെയിംസ് ചെന്ന് പൂട്ടിയിട്ടിരുന്ന റബൽസിനെയൊക്കെ തുറന്നുവിട്ടു. വോർട്ടിജൻ ആണെങ്കിൽ പെട്ടെന്ന് വികൃതമായ ജീവികളെ കാണാൻ പോയി. എന്നിട്ട് എത്രയും വേഗം എന്നെ രാക്ഷസ രൂപത്തിലാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് നീ ബലി നൽകണമെന്ന് ജീവികൾ ഓർമ്മപ്പെടുത്തി. വേറെ നിവർത്തിയില്ലാതെ വോർട്ടിജൻ ചെന്ന് അവന്റെ മകളെ കൊണ്ടുവന്ന് ബലി നൽകി. അങ്ങനെ അവൻ വീണ്ടും രാക്ഷസനായി. ഈ സമയം ആർത്തർ വോർട്ടിജന്റെ പടയാളികളുമായിട്ട് പൊരിഞ്ഞ യുദ്ധമായിരുന്നു. പൂക്കൾ പറിക്കുന്ന ലാഘവത്തോടെയാണ് ആർത്തർ പടയാളികളെയൊക്കെ കൊന്നു തള്ളുന്നത്. അത് കണ്ടപ്പോൾ ഇവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ബാക്കി പടയാളികൾക്ക് മനസ്സിലായി. അതുമാത്രമല്ല, ഇങ്ങനെ എക്സ്കാലിബറിന്റെ ശക്തികൾ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ഇവൻ തീർച്ചയായും മൂതറിന്റെ മകൻ തന്നെ ആയിരിക്കുമെന്നും അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് എല്ലാവരും ആർത്തറിന് മുന്നിൽ കീഴടങ്ങി. പിന്നെ ആർത്തർ ടവറിൽ കയറിപ്പോയി. അവിടെ വോർട്ടിജൻ ആർത്തറിനെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. ഒട്ടും സമയം കളയാതെ രണ്ടുപേരും തമ്മിൽ തീവ്രമായ ഫൈറ്റ് തുടങ്ങി. വോർട്ടിജന്റെ അമാനുഷികമായ ശക്തികൾ കാരണം ആർത്തർ എത്ര ശ്രമിച്ചിട്ടും അവനെ കീഴടക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ വോർട്ടിജൻ ആർത്തറിനെ ഇടിച്ചു വീഴ്ത്തി.
അപ്പോൾ അർത്തർ ഒരു വിഷൻ കണ്ടു. ഈ വാള് നിന്റേതാണെന്ന് ഊതർ അർത്തറിനോട് പറയുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ നോക്കിയപ്പോൾ അവന്റെ എക്സ്കാലിബർ തിളങ്ങുകയാണ്. ശേഷം അവൻ വീണ്ടും വോർട്ടിജനുമായിട്ട് ഫൈറ്റ് ചെയ്തു. ഇപ്പോൾ അനായാസമായിട്ടാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. കുറച്ചു നേരത്തെ ഫൈറ്റിനൊടുവിൽ അവസാനം വോർട്ടിജന്റെ നെഞ്ചത്ത് തന്നെ അവൻ വാള് കുത്തിയിറക്കി. അങ്ങനെ വോർട്ടിജനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് എക്സ്കാലിബറിന്റെ പവർ ഉപയോഗിച്ച് ആ ടവറിനെയും മൊത്തത്തിൽ തകർത്ത് കളഞ്ഞു. അടുത്ത ദിവസം രാവിലെ അർത്തറിനെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് കിരീടമണിയിച്ചു. അങ്ങനെ അവൻ പുതിയ രാജാവായി. ആ രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.